തങ്ങൾക്ക് കനത്ത പ്രഹരമേറ്റുവെന്ന് ഒടുവിൽ സമ്മതിക്കുന്നു പാകിസ്ഥാൻ. നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം തന്നെ പുലർച്ചെ തന്നെ വിളിച്ചറിയിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു. एक हम जवाब देंगे। 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सईद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं, एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. ഇതാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതായത് വ്യോമസേന താവളത്തിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കി ഇന്ത്യ എന്നത് പരസ്യമായി അംഗീകരിക്കുന്നു പാക് പ്രധാനമന്ത്രി എന്നതാണ്. പലവട്ടവും പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വരുന്നുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം വീഴ്ചകൾ അംഗീകരിക്കേണ്ടി വരുന്നു എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകളും അങ്ങനെയാണ്. പാകിസ്ഥാന്റെ 600 ഡ്രോണുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ തകർത്തത്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ തുറന്നു. അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടിയാണ് അതിർത്തി തുറന്നുകൊടുത്തത്. അങ്ങനെ നിർണായകമായ നീക്കം അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. രാകേഷ് ചേരുന്നു. രാകേഷ്, ആദ്യം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതൊരു തുറന്ന സമ്മതം തന്നെയാണല്ലോ. കാരണം ഇന്ത്യ നീക്കങ്ങൾ നടത്തിയെങ്കിൽ ഞങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് വ്യോമസേനകൾ താവളങ്ങൾക്കൊന്നും ഒരു നാശനഷ്ടവും ഉണ്ടായില്ല എന്നതായിരുന്നു ഔദ്യോഗികമായി തന്നെ അവർ വിശദീകരിച്ചിരുന്നത്. പക്ഷേ പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്നു, വലിയ നാശനഷ്ടമുണ്ടായി. അതെ സജിത്ത്, പതിവില്ലാത്തതാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ. പക്ഷേ പാക് പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ വ്യാപ്തി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നലെ ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ സൈനിക ഉദ്യോഗസ്ഥർ, പൗരപ്രമുഖർ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിലാണ് ഇന്ത്യയുടെ വ്യോമ ആക്രമണം, പ്രത്യേകിച്ച് പാക് സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണം സ്ഥിരീകരിക്കുന്നത് പാക് പ്രധാനമന്ത്രി. പുലർച്ചെ 2:30 10-ാം തീയതി പുലർച്ചെ 2:30 പട്ടാള മേധാവി അസിം മുനീറിന്റെ ഫോൺ കോൾ തനിക്ക് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമസേനാ താവളം ഉൾപ്പെടെ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാക് പട്ടാള മേധാവി വിളിച്ചതെന്നാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നൂർഖാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പാകിസ്ഥാന്റെ സൈനിക താവളത്തോട് ചേർന്നുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമസേനാ താവളമാണ്. അതുൾപ്പെടെ ആക്രമിച്ചു എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഏതായാലും പാക് പ്രധാനമന്ത്രി തന്നെ നടത്തുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് പാക് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നായാലും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നായാലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതിന് ശേഷം വീണ്ടും ആ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, രണ്ടാമതും തനിക്കൊരു ഫോൺ കോൾ വന്നു, ആ സമയത്ത് താൻ നീന്തുകയായിരുന്നു എന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. കാരണം ആ ഫോൺ കോളിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് തിരിച്ചടി പാകിസ്ഥാൻ നൽകി, അതിനുശേഷം വെടിനിർത്തൽ കരാറിനായി ഇന്ത്യ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫോൺ കോളിൽ പറഞ്ഞത് എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊരു അവകാശവാദം മാത്രമായി അല്ലെങ്കിൽ പൊങ്ങച്ചം മാത്രമായി നമുക്ക് കാണാം. കാരണം ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയതാണ് പാകിസ്ഥാനാണ് ഇത്തരത്തിൽ DGMO തല ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ രണ്ടാമത്തെ ചർച്ചയ്ക്കും പാകിസ്ഥാൻ സന്നദ്ധ അറിയിച്ചപ്പോഴാണ് ചർച്ച നടത്താമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രസംഗത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചില അവകാശവാദങ്ങളാണ് പാക് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് വലിയ കനത്ത പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചു. 6 ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി. ഈ യുദ്ധത്തിൽ വലിയ മേധാവിത്വം പാകിസ്ഥാൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ പ്രസംഗത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യക്തമായ ആധിപത്യം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത്. ഏതായാലും ആ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇപ്പോൾ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇത്തരത്തിൽ നൂർഖാൻ അടക്കമുള്ള വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പാക് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു തന്നെയാണ്. കാരണം 600 ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു പാകിസ്ഥാൻ. പക്ഷേ അതിൽ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. ചെറിയ കേടുപാടുകൾ, പ്രത്യേകിച്ച് പഠാൻകോട്ടിലൊക്കെ അടക്കം ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്ന് നമ്മുടെ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ആധിപത്യം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. അക്കാര്യം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോഴേതായാലും
പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന നീക്കം പാകിസ്ഥാനിലായ നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ്. ഒപ്പം രാകേഷ്, ഒരു കാര്യം കൂടി, അതിർത്തിയിലെ സാഹചര്യം എന്താണ്? ഈ അഫ്ഗാൻ ട്രക്കുകൾ, അഫ്ഗാനുമായുള്ള വ്യാപാരം അത് പുനഃസ്ഥാപിക്കുക അതിർത്തി വഴിയുള്ളതാണല്ലോ എന്നതാണല്ലോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. അതിൻ്റെ ഭാഗമായിട്ടാണോ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്? എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? അതെ സജിത്ത്, കാരണം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താലിബാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദമായി അവർ ഉന്നയിച്ചിരുന്നത് പാകിസ്ഥാനെ മാത്രമല്ല അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യ ലക്ഷ്യം വെച്ചു, ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിലും പതിച്ചു എന്ന ചില അവകാശവാദങ്ങൾ, വ്യാജ പ്രചരണമൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ അഫ്ഗാൻ ഭരണകൂടം തന്നെ പരസ്യമായി രംഗത്ത് വരികയും അത്തരം വാദങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഇന്ത്യക്കൊപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷമാണ് അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നന്ദി അറിയിച്ചതും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തുകയും ചെയ്തത്. പക്ഷേ അഫ്ഗാൻ അന്ന് മുതൽ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അട്ടാരി ചെക്ക് പോസ്റ്റ് തുറക്കുക എന്നുള്ളത്. കാരണം ഇന്ത്യയുടെ ആദ്യ നീക്കം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നയതന്ത്ര തലത്തിലാണ് നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിലേക്കുള്ള അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചത്. ഇതേ തുടർന്ന് നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് ട്രക്കുകൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സാധനങ്ങളും കയറ്റി വന്ന ട്രക്കുകൾ ആ അതിർത്തിയിൽ കുടുങ്ങിയിരുന്നു. ഏതാണ്ട് 162 ട്രക്കുകളാണ് അവിടെ കുടുങ്ങിയിരുന്നത്. അഫ്ഗാന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇപ്പോൾ ഇന്നലെ അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നത്. ഇതേ തുടർന്ന് 8 ട്രക്കുകൾ കടത്തിവിട്ടു. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വ്യാപാരികളുടെ പ്രതികരണമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടി അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന പ്രതികരണമാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അതിർത്തിയിലെ സാഹചര്യങ്ങൾ അത് അഫ്ഗാനിസ്ഥാനുമായുള്ള മികച്ച വ്യാപാര ബന്ധവും എന്നതിനൊപ്പം മികച്ച നയതന്ത്ര ബന്ധവുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഘട്ടത്തിൽ അട്ടാരി ചെക്ക് പോസ്റ്റ് വഴി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് വ്യാപാര സംവിധാനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ നിലപാട് മാറ്റം വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യോമാക്രമണം ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് പിന്നീട് എയർബേസ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ നീക്കം നടത്തിയെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിൽ എയർബേസിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്ന കാര്യം തന്നെ പാക് പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയാണ്. ഇതിനിടയിൽ പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഒരു വലിയ നയതന്ത്ര നീക്കം നടത്തുകയാണ്. ഒരുപക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കമായി ഇത് മാറുകയാണ്. കാരണം രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 7 ഡെലിഗേഷൻ ടീം ലോകരാജ്യങ്ങളിൽ വരും ദിവസങ്ങളിൽ സന്ദർശനം നടത്തി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നു എന്നതിനൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാന്റെ നീക്കങ്ങളടക്കം അറിയിക്കുക എന്നതാണ്. ഈ സംഘാംഗങ്ങളുമായി വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. ഇതിനിടയിൽ